വായിക്കുന്ന പോലെ ബൈബിൾ വായിച്ച് ഇത് വായിച്ച് ഒത്തിരി തീസീസ് എടുത്തവരും അല്ലെങ്കിൽ ഒത്തിരി എന്താണ് ഡോക്ടറേറ്റ് നേടിയവരൊക്കെ ഉണ്ട്. പക്ഷെ അവർ രക്ഷാനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ഇത് ബുദ്ധിമണ്ഡലത്തിലേക്ക്, ഇത് ആത്മാവിലേക്ക് പ്രവേശിക്കണം. അതിന് നമ്മളെ തന്നെ താഴ്ത്തണം. അപ്പം സുവിശേഷം ഉപദേശ വിഷയം, സുവിശേഷം എല്ലാവരോടും പറയാം, പക്ഷെ ഉപദേശ വിഷയം സ്നാനമേറ്റവരോടാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്നുണ്ട്. ഞാനപ്പോൾ അങ്ങോട്ട് പറഞ്ഞോട്ടെ. അപ്പോസ്തല പ്രവൃത്തി ഇതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. 2:38 പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്നത് ഈ സ്നാനത്തിലാണ്. അതെ, അതായത് ജനിക്കുമ്പോൾ നമുക്ക് ആത്മാവില്ല, അത് മനുഷ്യന്റെ ആത്മാവാണ്. അതിന് നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഏത് മതത്തിലും, ഇപ്പം ഞാൻ ഹിന്ദു ആയിരുന്നപ്പോൾ ഞാൻ കുഞ്ഞിലെ സ്കൂളിൽ മോനെ അടുത്തിരിക്കുന്നവൻ്റെ പെൻസിലൊന്നും എടുത്തേക്കില്ലെന്ന് പറയും. അത് നമ്മളെല്ലാവരും പറഞ്ഞു, കൊച്ചു കുഞ്ഞാൻ അല്ലേ, അവനെ നീ പിച്ചല്ല, മാന്തല്ല. ഈ കൊച്ചു പിള്ളേരുടെ എപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ എന്നെ പിച്ചി, സാറേ അവൻ എന്നെ നോക്കി, ഇതൊക്കെ പിള്ളേരുടെ. അപ്പം എന്താണ്, ഇത് നമ്മുടെ പാപ സ്വഭാവം. അപ്പം എന്താണ്, നമ്മൾ ആദ്യം തന്നെ പറയുമ്പോൾ അങ്ങനെ ചെയ്യില്ല. അപ്പം എന്താണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സാക്ഷിക്കൊത്തുകൊണ്ടുള്ള കാര്യങ്ങൾ. അതിനകത്ത് ദൈവമില്ല. ദൈവം വെച്ചൊരു നിയമവും മനസ്സാക്ഷി. അത് പിന്നെ ദൈവം ഇല്ലെന്ന് പറയുന്നവരും നമ്മളെക്കാൾ ഉപരി മനസ്സാക്ഷി അംഗീകരിക്കുന്നില്ല. പിന്നെ ഈ ഭൗതികവാദികൾ എന്നോട് സംസാരിച്ചു, നല്ലതായിട്ട് ജീവിച്ചാൽ പോലെ, മനസ്സാക്ഷിക്കൊത്തുകൊണ്ട് ജീവിച്ചാൽ പോലെ, ദൈവമില്ലെന്ന് പറയുന്നവരോട് വാദമാണ്. കാരണം എന്നിട്ട് മനസ്സാക്ഷി നല്ലതും തീരും തമ്മിൽ, പക്ഷെ ദൈവത്തെ പറ്റി ബോധം വരുന്നില്ല. ദൈവമായിരുന്നുള്ള ബോധം അത് അംഗീകരിക്കുന്നില്ല. എന്നിട്ട് പറയണം, പാപങ്ങളുടെ മോചനത്തിനായിട്ട്, ഇവിടെ നോക്കിയ പാപത്തിന്റെ മോചനത്തിനായിട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പൊ പാപമോചനം എവിടുന്നാ കിട്ടുന്നത്? സ്നാനത്തിൽ. നമ്മൾ നിത്യവിശ്വാസ പ്രമാണം ചൊല്ലാറില്ലയോ? മാമോദിസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരിപ്പം കൂട്ടിക്കളഞ്ഞതാണ്. അപ്പോസ്തലന്മാരും പഴയ കാലങ്ങളിലുള്ള ആദ്യ നൂറ്റാണ്ടിൽ എല്ലാവരും പഠിപ്പിച്ചത് പൂർണ്ണമായിരിക്കും ജലസ്നാനമാണ്. വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിച്ചു എന്നല്ലേ കർത്താവ് പറഞ്ഞത്? ഇത് അപ്പോസ്തലന്മാര് അന്ന് മാർഗം. അപ്പൊ സാറിന് പാപമോചനത്തിനായിട്ടുള്ള സ്നാനം അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോരുത്തൻ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വെക്കണം. അപ്പോൾ പാപമോചനം വേണ്ടിയവൻ മാത്രമേ സ്നാനം വെക്കത്തുള്ളൂ. എന്നിട്ട് കേട്ടോണം, സ്നാനം കഴിപ്പേ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരത്തുള്ളൂ. ഇത് ദാനമാണ്, വെച്ചാൽ വില കൊടുത്ത് മേടിക്കാവുന്നതല്ല, സിമ്പിളാണ്. വെച്ചാൽ വിശ്വസിക്കുന്ന ഏത് പാപിക്കും ദൈവം കൊടുക്കുന്ന സൗജന്യം, വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്.